പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ എടുത്തിരിക്കുന്നതായിട്ടുള്ള വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 12-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം മുതൽ താഴോട്ട് ഇപ്രകാരം പറയുന്നു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്നു. താഴോട്ട് നമുക്ക് വായിക്കാം. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനങ്ങൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു പോർഷനാകുന്നു, ഒരു ഭാഗമാകുന്നത്. ഇവിടെ പത്രോസ് അപ്പോസ്തലനെ ആക്കിയതിനെക്കുറിച്ചാകുന്നു. ആ തടവിലാക്കിയപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചതായിട്ട് നാം കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ അമീൻ ഹല്ലേലൂയ, നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. അതുപോലെ മറ്റുള്ളവർ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനായിട്ട് അമീൻ ഹല്ലേലൂയ, നമുക്കൊരു സഭ വേണം. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ വലിയൊരു അതിശയ അത്ഭുതം ദൈവം പ്രവർത്തിച്ചതായിട്ട് നാം കാണുന്നു. ഏതൊരു വ്യക്തിയും അനേകർക്ക് വേണ്ടിയും നമ്മൾ മധ്യസ്ഥ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസത്തിലിരിക്കുന്നവർക്ക്, ഒരാവശ്യത്തിലിരിക്കുന്നവർക്ക്, ഒരു രോഗത്തിലിരിക്കുന്നവർക്ക് വേണ്ടി അമീൻ ഹല്ലേലൂയ അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന കർത്താവാകുന്നു, കർത്താവ് വിടുവിക്കുന്ന ദൈവമാകുന്നു. ഇവിടെ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച ഉടനെ പത്രോസ് അപ്പോസ്തലനെ ആ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചതായിട്ട് നാം കാണുന്നു. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അത്ഭുത പ്രവൃത്തി അവിടെ നടക്കും. ആമീൻ ഹല്ലേലൂയ. ഏത് വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നോ ആ വിഷയത്തിന്മേൽ ദൈവം ഇടപെടും. ആമീൻ ഹല്ലേലൂയ. സ്വർഗം നമുക്ക് വേണ്ടി തുറക്കും. ആ ഒരു വിശ്വാസത്തോടെ നാം മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹെരോദാവ് അവനെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേദിവസം രാത്രി പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് 2 പടയാളികളുടെ നടുവിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. ഹല്ലേലൂയ. അവിടെ ഒരു വലിയ പ്രകാശം അവിടെ വന്നു. പത്രോസിൻ്റെ വിലാപ്പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, എളുപ്പം എത്രയും വേഗം, അല്ലെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റ് ആമീൻ ഹല്ലേലൂയ. ഉടനെ അവിടെ ആ ദൂതന്മാർ ഇറങ്ങിയ ആ സമയത്ത് പത്രോസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ചങ്ങലകളെല്ലാം താഴെ വീണു. പറഞ്ഞു, പെട്ടെന്ന് അരകെട്ടി ചെരുപ്പ് ഇട്ട് ആമീൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചെയ്തു. അരകെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഡിയാകുക. പെട്ടെന്ന് നമ്മൾ ദൂരെ യാത്രയുണ്ട്, അല്ലെങ്കിൽ യാത്രയുണ്ട് ഇറങ്ങാനായിട്ട്. അതുപോലെ ചെരുപ്പണിങ്ങിയ എന്ന് പറഞ്ഞു. അങ്ങനെ അത് രണ്ടും ചെയ്ത് പത്രോസ് ആ ദൂതൻ്റെ കൂടെ പുറകെ പോയി. കാരാഗ്രഹത്തിൻ്റെ 1-ാം വാതിൽ 2-ാം വാതിൽ അവർക്ക് വേണ്ടി അവർ തുറന്നു. 3-ാമത്തെ വാതിൽ ഇരുമ്പ് കൊണ്ടുള്ള ഒരു വാതിലായിരുന്നു. അത് സ്വതവേ അവരുടെ മുമ്പിൽ തുറന്ന് പട്ടണത്തിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. വെളിയിൽ വന്നപ്പോൾ ആമീൻ പത്രോസ് അപ്പോസ്തലൻ നോക്കിയ ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. ആമീൻ. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് പറഞ്ഞു. നല്ല വചനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. ദൈവം എങ്ങനെ പത്രോസ് അപ്പോസ്തലനെ വിടുവിച്ചു. ആമീൻ ഹല്ലേലൂയ. നമുക്ക് ഇവത്തിന്ന് നമുക്ക് മനസ്സിലാകേണ്ടതായിട്ടുള്ളത്, ആമീൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന പത്രോസ് അപ്പോസ്തലന് കഷ്ടവും പ്രയാസവും അനുഭവിക്കേണ്ടി വന്നു. ജയിലിൽ കിടക്കേണ്ടി വന്നു. അവിടെ നിന്ന് ആമീൻ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അവിടെയാണെങ്കിലും ജയിലിലായിരുന്ന സമയത്ത് 2 പടയാളികളുടെ നടുവിൽ കടന്ന് ഉറങ്ങുവാനാകുന്നു. ആമീൻ. അത്രയും സ്വസ്ഥത, അത്രയും സമാധാനം ഉണ്ടായിരുന്നു. നമുക്കങ്ങനെയാകുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഉറക്കമില്ല, ഊണില്ല, നമുക്ക് പ്രയാസമാകുന്നു, പിന്നെ നമുക്ക് അസുഖമാകുന്നു, അല്ലേ? അങ്ങനെ പാടില്ല. നമുക്ക് ആ വിശ്വാസം, കർത്താവിലുള്ള വിശ്വാസം നമ്മൾ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്നുള്ള പരിപൂർണമായിട്ടുള്ള വിശ്വാസത്തിൽ നമുക്ക് ആമീൻ മുമ്പോട്ട് ജീവിക്കണം. അതുപോലെ നടന്നു കഴിഞ്ഞപ്പം മുമ്പിലുണ്ടായിരുന്ന 1ഉം 2ഉം വാതിലുകൾ തുറന്ന് അവർ വെളിയിൽ പോയി. 3-ാമത്തെ ഇരുമ്പ് വാതിലായിരുന്നു. അത് തനിയെ അവരുടെ മുമ്പിൽ തുറന്നതായിട്ട് കണ്ടു. മുമ്പോട്ട് പോയതിനെ ആ തെരുവ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദൂതന് പെട്ടെന്ന് അപ്രത്യക്ഷമായി എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ ഒന്ന് ഉറപ്പിക്കണം. ആമീൻ.
പ്രാർത്ഥിക്കുന്ന മക്കളുടെ അപേക്ഷകൾ കർത്താവ് കേൾക്കും, പ്രാർത്ഥനകൾ ദൈവം കേൾക്കും. അപകടത്തിലാണെങ്കിൽ കർത്താവ് നമ്മെ രക്ഷിക്കും, വിടുവിക്കും. ആമീൻ. അതുപോലെ തന്നെയാകുന്നു അപ്പോസ്തലപ്രവൃത്തികൾ 16-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കിലേക്ക് വലിച്ചുകൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി, യഹൂദരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമാക്കാരായ നമ്മുടെ അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമില്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ 23-ാമത്തെ വാക്യം: അവരെ വളരെ അടിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിമാരോട് അവരെ സൂക്ഷ്മതയോടെ കാപ്പാൻ കൽപ്പിച്ചു. ഇവിടെ പൗലോസിനെയും ശീലാസിനെയും ആമീൻ അവരും കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച മക്കളായിരുന്നു. അവരെയും പിടിച്ച് തടവിലാക്കി. ആമീൻ, ഹല്ലേലൂയ. അവരവിടെ എന്ത് ചെയ്തു? ആ തടവിൽ കിടന്നുകൊണ്ട് അവരെ അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടിയാൽ അവരെ അകത്തെ തടവിൽ ആക്കി അവരുടെ ആമത്തിലിട്ട് പൂട്ടി. ആമത്തില്ല. അത്രമാത്രം സുരക്ഷിതയോടെ അവർ ഓടിപ്പോകാതിരിക്കുവാൻ, ഒരു രീതിയിലും അവിടുന്ന് എസ്കേപ്പ് ചെയ്യാതിരിക്കുവാനായിട്ട് അവരെ ബന്ധിച്ചു. എന്നാൽ അർദ്ധരാത്രി അവരെന്ത് ചെയ്തു? പൗലോസും ശീലാസും സ്തുതിച്ചു, ദൈവത്തെ പാടി ഉറക്കെ ദൈവത്തെ പാടി അവർ സ്തുതിച്ചു. തടവുകാർ സ്തുതിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ആമീൻ, ഹല്ലേലൂയ. ആ കാരാഗ്രഹത്തിൽ കിടന്ന പൗലോസും ശീലാസും കൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ ഉറക്കെ പാടി സ്തുതിക്കുവാൻ ബാക്കിയുണ്ടായിരുന്ന എല്ലാ തടവുകാരും ഇവരെ ശ്രദ്ധിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അവിടെ വലിയൊരു ഭൂകമ്പം അപ്പോൾ അവിടെ ഉണ്ടായിട്ട് കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി. ആമീൻ, ഹല്ലേലൂയ. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണി ഉണർന്നപ്പോൾ വിചാരിച്ചു ഇവരും രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് തന്നെത്താനെ കൊല്ലുവാൻ പോയി. എന്നാൽ അവർ പോയില്ല, അവരവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവരുടെ അവിശ്വാസവും പ്രാർത്ഥനയും എല്ലാം കേട്ട് കാരാഗ്രഹ പ്രമാണി യേശുവിനെ സ്വീകരിക്കുവാൻ, ദൈവമകനാകുവാനായിട്ട് അവിടെ രക്ഷ പ്രാപിപ്പാനായിട്ട് 30-ാമത്തെ വാക്യം: ഞാൻ എന്ത് ചെയ്യണം എന്ന് അവരോട് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കാരാഗ്രഹത്തിൽ കിടന്ന് ആമീൻ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവിടെ ഭൂകമ്പമുണ്ടാകുകയും കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങുകയും എല്ലാ വാതിലുകളും തുറന്ന് തടവുകാരെല്ലാം ഇറങ്ങി ഓടിപ്പോയി. അങ്ങനെ ആ ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ ഈ രണ്ട് ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാകുന്നു. തൻ്റെ മക്കളെ കാക്കുകയും സൂക്ഷിക്കുകയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ദൈവമാകുന്നു. നമുക്കൊരു അപകടം വരുന്നുണ്ടേ, നമുക്കൊരു ആപത്ത് വരുന്നുണ്ടേ, നമ്മളെ ഒരിക്കലും കൈവിടാത്ത ദൈവമാകുന്നു. പാടി സ്തുതിച്ചപ്പോൾ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും പൗലോസും ശീലാസും അവർ ഉറക്കെ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ, ജീവനുള്ള ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിൻ്റെ വാതിലുകളെല്ലാം അവിടെ ഭൂകമ്പം ഉണ്ടായി, വാതിലുകളെല്ലാം തുറന്നു. അതിൻ്റെ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. ആമീൻ, ഹല്ലേലൂയ. ഇത്രയും സംഭവങ്ങളെല്ലാം നടന്നു. അവരുടെ ചങ്ങലകളെല്ലാം പൊട്ടി. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ കേട്ട രണ്ട് സംഭവങ്ങൾ, ആദ്യത്തേത് പത്രോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടക്കുകയായിരുന്നു. അവിടുന്ന് ദൈവം എങ്ങനെ രക്ഷിച്ചുവെന്ന് നമ്മൾ കണ്ടു. ദൂതൻ ഇറങ്ങി അവിടെ. ഇവിടെയും പൗലോസും ശീലാസിൻ്റെയും ജീവിതത്തിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അവിടെ ആ കാരാഗ്രഹത്തിൻ്റെ നടുവിൽ അവിടെ വലിയ ഭൂകമ്പം ഉണ്ടായത്. അപ്പോൾ നമുക്കൊരു പ്രയാസം, ഒരു പ്രശ്നം, ഒരു വിഷമം വരുന്നുണ്ടേ നമ്മൾ ദൈവത്തെ പാടി സ്തുതിക്കണം. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ സിറ്റുവേഷൻ എവിടെയാണെങ്കിലും അവർ ആ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഞാൻ എങ്ങനെ അത് ചെയ്യുമെന്ന് അവർ വിചാരിച്ചില്ല. അവർക്ക് അന്നേരം വേണ്ടിയിരുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ ആ ഒരു സഹായമായിരുന്നു അവരെ വിടുവിക്കാൻ. അവർക്ക് മനസ്സിലായി ഒരു കാരണവശാലും ലോകപ്രകാരം അവർക്കൊരു വിടുതൽ ഇനി ലഭിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ദൈവം അവരെ സഹായിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ആമേൻ, ഹല്ലേലൂയ. കർത്താവിനെ ഉറക്കെ പാടി സ്തുതിക്കുവാനായിട്ട് തുടങ്ങിയ ഉടനെ ആമേൻ, ഹല്ലേലൂയ, അവിടെ ഉണ്ടായിരുന്ന എല്ലാ പടയാളികളും ആമേൻ, ഹല്ലേലൂയ, അവിടെ ഉണ്ടായിരുന്ന മക്കളെല്ലാം ഇതുവരെ ശ്രദ്ധിക്കുവാനായിട്ട് തുടങ്ങി. വലിയൊരു ഭൂകമ്പം അവിടെ ഉണ്ടായതായിട്ട് നാം കാണുന്നു. ദൈവം അവിടെ പ്രവർത്തിച്ചതായിട്ട് കാണുന്നു. അപ്പോൾ ഈ രണ്ടിടത്തും ആമേൻ പത്രോസിനെ വിടുവിക്കപ്പെട്ടു, പൗലോസിനെയും ശീലാസിനെയും വിടുവിച്ചു. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് തീർച്ചയായിട്ടും
അതിശയങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും. only thing is that we have to call upon Jesus. I mean, we have to believe in Jesus. We have to love Jesus. We are God's children, and we have to live a life according to that. I mean, hallelujah. We should completely entrust ourselves, surrender ourselves to ജീസസ്. ഐ മീൻ ഹല്ലേലൂയ. അത് ആ ഒരു വിശ്വാസം നമ്മളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് എനിക്കുണ്ട്, കർത്താവ് എന്നെ സഹായിക്കും, എന്നെ വിടുവിക്കും, എനിക്ക് ആ ഒരു ഉറപ്പും ധൈര്യവും എനിക്കുണ്ട് എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. ആപത്ത് വരുമ്പോൾ, അപകടം വരുമ്പോൾ, നമ്മൾ രോഗിയായി പോയി നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുവാനല്ല, അല്ലെങ്കിൽ വിഷമത്തിലോട്ട് പോകുവാനല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവരെ കാരാഗ്രഹത്തിൽ കിടന്നും ആമേൻ ഉറച്ച് പാടിയതായിട്ട് കാണുന്നു, പാടി ദൈവത്തെ സ്തുതിച്ചതായിട്ട് കാണുന്നു. അതുകൊണ്ട് എന്തൊരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ലെറ്റ് us sing for Lord. കർത്താവിനെ പാടി സ്തുതിച്ചാട്ട്. ആമേൻ ഹല്ലേലൂയ. കർത്താവ് നമുക്ക് അധരങ്ങൾ തന്നിരിക്കുന്നത് ദൈവത്തെ പാടി സ്തുതിക്കാനാകുന്നു. അതുകൊണ്ട് പാടുവാൻ കഴിവുള്ളവരെല്ലാം, പാടുവാൻ സാധിക്കുന്ന എല്ലാവരും ദൈവത്തെ ഉറക്കെ പാടി സ്തുതിക്കണം. കർത്താവ് ആമേൻ ശ്രദ്ധ വെച്ച് കേൾക്കും. കർത്താവ് തീർച്ചയായിട്ടും മറുപടി തരും. ആ ജയിലറയ്ക്കകത്തുനിന്ന്, ആ കാരാഗ്രഹത്തിൻ്റെ അകത്തുനിന്ന് പത്രോസ് അപ്പോസ്തലനെ വിടുവിച്ചു, പൗലോസിനെയും ശീലാസിനെയും വിടുവിച്ചു. ആമേൻ. ദൈവം അവിടെ, കർത്താവ് അവിടെ അതിശയ അത്ഭുതങ്ങളും പ്രവർത്തിച്ചതായിട്ട് നാം കാണുന്നു. ആമേൻ ഹല്ലേലൂയ. നമ്മുടെയും ജീവിതത്തിൽ ജീവനുള്ള ദൈവം അത്ഭുതം പ്രവർത്തിക്കും, നമ്മളും വിടുവിക്കപ്പെടും. അതുകൊണ്ട് എന്ത് ഭാരം നമ്മളെ ഭാരത്തിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, വിഷമം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും നമ്മൾ തളർന്നു പോകാൻ പാടില്ല, അവിശ്വാസം വരുവാനായിട്ട് പാടില്ല. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആദ്യ വിശ്വാസം അവസാനം വരെ മുറുകെ പിടിച്ചുകൊണ്ട്, വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവത്തെ അള്ളിപ്പിടിച്ചുകൊണ്ട്, ആമേൻ ഹല്ലേലൂയ. ഹനോക്ക് ദൈവത്തോടു കൂടെ നടന്നതുപോലെ, ആമേൻ നോഹ ദൈവത്തോടു കൂടെ നടന്നു, കാലേബ് ദൈവത്തോട് പറ്റിയിരുന്നതുപോലെ നമ്മളും ദൈവത്തോട് പറ്റിയിരുന്ന് ഹല്ലേലൂയ മുമ്പോട്ട് ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ അവനോട് കൂടെ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷമത്തിൽ, പ്രയാസത്തിൽ, കഷ്ടത്തിലാണെങ്കിൽ നമ്മൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് കടന്നു വരിക, യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക. ആമേൻ ഹല്ലേലൂയ. കർത്താവ് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരും. കർത്താവ് നമ്മളെ വിടുവിക്കും. ആമേൻ ഹല്ലേലൂയ. ചതഞ്ഞ ഓടെ അവൻ ഒടിച്ച് കളയത്തില്ല. ആമേൻ ഹല്ലേലൂയ. പുകയുന്ന ചെറിയ തീ അവന് കെടുത്തി കളയത്തില്ല. ആമേൻ ഹല്ലേലൂയ. നമ്മെ രക്ഷിക്കും, നമ്മെ വിടുവിക്കും, നമ്മോട് കൂടെ ഉണ്ടാകും. നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരും. വീണ്ടും സന്തോഷകരമായിട്ട് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.